സ്കിന്നിനും ഹെയറിനും വളരെ ബെനിഫിഷ്യൽ ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് മൈക്രോ നീഡ്ലിംഗ്. എങ്ങനെയാണ് മൈക്രോ നീഡ്ലിംഗ് ചെയ്യുക? ആർക്കൊക്കെയാണ് ഇത് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുക? എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻസ്? ഇത്തരം കാര്യങ്ങൾ നോക്കാം. മൈക്രോ നീഡ്ലിംഗ് ഒരു ഇൻ ക്ലിനിക് പ്രൊസീജിയറാണ്. സ്കിന്നിലും ഹെയറിലും മൈക്രോ നീഡ്ലിംഗ് യൂസ് ചെയ്യാറുണ്ട്. സ്കിന്നിലായാലും ഹെയറിലായാലും നീഡിൽസ് വെച്ച് ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ടാക്കി സ്കിന്നിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുക. മൈക്രോ നീഡ്ലിംഗ് ഫോർ സ്കിൻ ഡെർമറോളർ യൂസ് ചെയ്തിട്ട് ചെയ്യാം, ഡെർമ പെൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം, മൈക്രോ നീഡ്ലിംഗ് RF വെച്ചിട്ട് ചെയ്യാം. ഏജ് കൂടുന്നതിനനുസരിച്ച് സ്കിന്നിൻ്റെ കൊളേജൻ ബ്രേക്ക് ഡൗൺ ആവും. പുതിയ കൊളേജൻ ഫോം ചെയ്യുന്നത് കുറയും. ഏജിങ് ചേഞ്ചസ് ഉണ്ടാവും, ഫൈൻ റിങ്കിൾസ് ഉണ്ടാവും, സ്കിൻ സാഗ് ചെയ്യും, സ്കിന്നിൽ ചുളിവുകൾ വരും, സ്കിന്നിൻ്റെ ടൈറ്റ്നസ് കുറഞ്ഞ് ലൂസ് ആവുന്നതായിട്ട് തോന്നും, സ്കിന്നിൻ്റെ ഗ്ലോ കുറയും. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ സ്കിന്നിനെ റീജുവനേറ്റ് ചെയ്ത് പ്രായമാവുന്നത് ചേഞ്ചസിനെ കുറച്ച് കൊളേജനെ സ്റ്റിമുലേറ്റ് ചെയ്ത് സ്കിന്നിൽ ബ്ലഡ് സപ്ലൈ കൂട്ടി ഏജിങ് സ്ലോ ഡൗൺ ചെയ്യാനും സ്കിൻ ഹീൽ ചെയ്യാനും സ്കിന്നിൻ്റെ ഏജ് ചേഞ്ചസിനെ കുറയ്ക്കാനും ചുളിവുകൾ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് മൈക്രോ നീഡ്ലിംഗ്. മുഖക്കുരുകൾ വന്നിട്ട് വലിയ കുരുക്കൾ വന്നിട്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന കുഴികൾ പോലെയുള്ള പിറ്റഡ് സ്കാർസ് ഇത് ഹീൽ ചെയ്യാനും ഇത് കുറയാനും ഫിൽ ചെയ്യാനും മൈക്രോ നീഡ്ലിംഗ് ഹെൽപ്പ് ചെയ്യും. സ്ട്രെച്ച് മാർക്സ് കുറയ്ക്കാനും നെക്ക് ഏജിങ് കുറയ്ക്കാനും മൈക്രോ നീഡ്ലിംഗ് ചെയ്യാം. ഡെർമ റോളർ മൈക്രോ നീഡ്ലിംഗ് യൂസ് ചെയ്യുന്നത് 0.5 mm, 1 mm, 1.5 mm ഇങ്ങനെ പല മില്ലിമീറ്റർ തിക്നെസ്സിലാണ്. മൾട്ടിപ്പിൾ നീഡിൽസ് ഉള്ള ഡെർമ റോളർ സ്കിന്നിൻ്റെ മുകളിൽ റോൾ ചെയ്യാണ് ചെയ്യുക. ഈ നീഡിൽ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പോയി ബ്ലഡ് സപ്ലൈ കൂട്ടുകയും പുതിയ കൊളേജനെ സിന്തസൈസ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. സ്കിന്നിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പല സിറ്റിങ്സിലാണ് മൈക്രോ നീഡ്ലിംഗ് ചെയ്യുന്നത്. കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഡെർമ പെൻ. 0.5 mm, 1 mm, 1.5 mm, 2 mm, 2.5 mm തുടങ്ങി ഡെപ്ത് കൺട്രോൾ ചെയ്ത് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് മൈക്രോ നീഡ്ലിംഗ് ചെയ്യുന്നതാണ് ഡെർമ പെൻ. ഡെപ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഓരോ സ്കാറിൻ്റെയും ഡെപ്ത് അനുസരിച്ച് പല ഡെപ്തിൽ സ്കിന്നിലേക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഡെർമ പെൻ വെച്ചിട്ട് സാധിക്കും. ആക്നെ സ്കാർസ് ട്രീറ്റ് ചെയ്യാനും സ്ട്രെച്ച് മാർക്സ് ട്രീറ്റ് ചെയ്യാനും ഓപ്പൺ പോർസ് ട്രീറ്റ് ചെയ്യാനും സ്കിൻ സാഗിങ് ട്രീറ്റ് ചെയ്യാനും ഡെർമ പെൻ ഇഫക്റ്റീവാണ്. മൈക്രോ നീഡ്ലിംഗ് ചെയ്യുന്നതിനോടൊപ്പം PRP പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന പ്രൊസീജിയർ കമ്പൈൻ ചെയ്യുമ്പോൾ മൈക്രോ നീഡ്ലിംഗ് തരുന്ന റിസൾട്ട്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പേഷ്യൻറ്റിന് കിട്ടും. പേഷ്യൻ്റെ തന്നെ ബ്ലഡ്, അതായത് ഓട്ടോലോഗസ് PRP ബ്ലഡ് ഡ്രോ ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് PRP പ്രിപ്പയർ ചെയ്ത് മൈക്രോ നീഡ്ലിംഗ് ചെയ്ത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയോ സ്കിന്നിൽ ഇഞ്ചെക്ട് ചെയ്യുകയോ ചെയ്യും. PRPയിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് മൈക്രോ നീഡ്ലിംഗ് ഓൾറെഡി കൊളേജൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് കുറച്ചുകൂടി മികച്ച ലെവലിലേക്ക് ബെറ്റർ റിസൾട്ട്സ് തരാൻ PRP ഒന്നുകൂടി ഹെൽപ്ഫുൾ ആണ്. ഇപ്പം നമ്മൾ കണ്ടു മൈക്രോ നീഡ്ലിംഗ് സ്കിന്നിൽ ചെയ്യുന്നത് ഓപ്പൺ പോർസ്, ആക്നെ സ്കാർസ്, സ്ട്രെച്ച് മാർക്സ്, ഏജിങ്, സ്കിൻ സാഗിങ്, ആൻറ്റി ഏജിങ് ഇങ്ങനെ പല ബെനിഫിറ്റ്സും തരുന്നുണ്ട്. ഇതുകൂടാതെ പുതിയ ടെക്നോളജിയാണ് എക്സോസോം. സ്കിൻ റീജുവനേറ്റ് ചെയ്യാനുള്ള മെഡിസിൻസും മോളിക്യൂൾസും സ്കിന്നിൽ ഡെലിവർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് എക്സോസോംസ്. എക്സോസോം സ്കിന്നിലേക്ക് ഡെലിവർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കായിട്ടും മൈക്രോ നീഡ്ലിംഗ് യൂസ് ചെയ്യാറുണ്ട്. മൈക്രോ നീഡ്ലിംഗ് ചെയ്തതിന് ശേഷം എക്സോസോം സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഇതും സ്കിൻ റീജുവനേഷന് വളരെ ഹെൽപ്ഫുൾ ആണ്. വേറൊരു ടെക്നിക്കാണ് മൈക്രോ നീഡ്ലിംഗ് RF. മൈക്രോ നീഡ്ലിംഗ് ടെക്നോളജിയുടെ കൂടെ തന്നെ റേഡിയോ ഫ്രീക്വൻസി സ്കിൻ ടൈറ്റനിങ്ങും കൂടിയുള്ള ഒരു ഡിവൈസാണിത്. ഇത് ഒരു ഡിവൈസാണ്. ലേസർ മെഷീനൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു ഡിവൈസ്. സ്കിന്നിൽ മൈക്രോ നീഡ്ലിംഗ് ചെയ്യുന്നതിനോടൊപ്പം റേഡിയോ ഫ്രീക്വൻസി കൂടി പാസ് ചെയ്യുമ്പോൾ സ്കിന്നിന് ടൈറ്റ് ചെയ്യാനും ലിഫ്റ്റ് ചെയ്യാനും കൊളേജൻ സിന്തസിസ് കൂട്ടാനും മൈക്രോ നീഡ്ലിംഗ് RF ഒന്നുകൂടി ഹെൽപ്ഫുൾ ആണ്. നേരത്തെ പറഞ്ഞ ഇൻഡിക്കേഷൻസ് കൂടാതെ ഓപ്പൺ പോർസ്, ആക്നെ സ്കാർസ്, ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് കൂടാതെ സ്ട്രെച്ച് മാർക്സിനും സ്കിൻ ടൈറ്റനിങ്ങിനും ഒന്നുകൂടി എഫക്റ്റീവാണ് മൈക്രോ നീഡ്ലിംഗ് RF. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് മൈക്രോ നീഡ്ലിംഗ് സ്കിന്നിന് തന്നെ ബെനിഫിറ്റിനെ കുറിച്ചാണ്. മൈക്രോ നീഡ്ലിംഗ് ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഹെയർ ഫോളിനും മെയിൽ പാറ്റേൺ അലോപീഷ്യ കഷണ്ടിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന അലോപീഷ്യയിലും മൈക്രോ നീഡ്ലിംഗ് ഒരു അഡിറ്റീവ് ട്രീറ്റ്മെൻറ്റാണ്. സ്കാൽപ്പിൽ മൈക്രോ നീഡ്ലിംഗ് ഡെർമ റോളറോ ഡെർമ പെന്നോ വെച്ച് മൈക്രോ നീഡ്ലിംഗ് ചെയ്തതിന് ശേഷം PRP, സ്റ്റെം സെൽ ഗ്രോത്ത് ഫാക്ടേഴ്സ്, എക്സോസോംസ് ഇതെല്ലാം ഡെലിവറി ചെയ്യാനുള്ള കുറച്ചുകൂടി നന്നായി അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഡ്രഗ് ഡെലിവറി ടെക്നിക്കായിട്ടും മൈക്രോ നീഡ്ലിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഏജിങ്ങോ സ്ട്രെച്ച് മാർക്സോ ആക്നെ സ്കാർസോ ഫൈൻ റിങ്കിൾസോ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് സ്കിൻ അനലൈസ് ചെയ്ത് ഏത് പ്രൊസീജിയറാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആവുക എന്ന് ഡിസൈഡ് ചെയ്ത് ഇൻഫെക്ഷൻ ഇല്ലാതെ സ്റ്റെറൈലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് മൈക്രോ നീഡ്ലിംഗ്. തീർച്ചയായിട്ടും സ്കിൻ റീജുവനേറ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ യുവത്വവും തിളക്കവും നിലനിർത്താനും മൈക്രോ നീഡ്ലിംഗ്
വളരെ ഹെൽപ്ഫുൾ ആണ്.